കാഴ്ചയിൽ തന്നെ പ്രകടമായ ഈ വലിപ്പമുള്ള കാന്താരി ഉണ്ടാക്കാനായി നമുക്ക് വീട്ടിൽ തന്നെയുള്ള ചില മാലിന്യങ്ങൾ ഉപയോഗിച്ച് സാധിക്കും. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ 2 ചെടികളിൽ ഞാനിത് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്കുള്ള റിസൾട്ട് തന്നെ അത് തന്നിട്ടുണ്ട്. കണ്ടോ, ഈ പ്രകടമായ വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് രാസവളങ്ങളുടെ സഹായം ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെയുള്ള ചില മാലിന്യങ്ങൾ ഉപയോഗിച്ച് നമുക്കത് തയ്യാറാക്കിയെടുക്കാം. ബാക്കിയുള്ള മുളകുകളെ അപേക്ഷിച്ച് മാർക്കറ്റിൽ നല്ല രീതിക്ക് വിലയുള്ള ഇത്തിരി കുഞ്ഞന്മാരെ ഇത്തിരി കൂടെ ഒന്ന് വലുതാക്കിയാൽ അതൊരു വിപ്ലവം തന്നെയല്ലേ? കാന്താരി വിപ്ലവം. ഈ വളം ഉണ്ടാക്കാനായിട്ട് വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ്, കഞ്ഞിവെള്ളം, പഴങ്ങളുടെ വേസ്റ്റ്, മുട്ടത്തോട് എന്നിവയെല്ലാം ഉപയോഗിക്കാം. ജൈവമായിട്ടുള്ള എന്തും ഇതിനകത്ത് ചേർക്കാവുന്നതിനാൽ നമുക്ക് ജൈവ വേസ്റ്റും വീട്ടിൽ കുറവായിരിക്കും. വേസ്റ്റെല്ലാം ചേർത്ത ശേഷം അവ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം കൂടെ ചേർക്കാനായിട്ട് മറക്കരുത്. ശേഷം അവയെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മിശ്രിതം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ തയ്യാറാകും. അപ്പോഴേക്കും നല്ല രീതിക്കുള്ള സ്മെല്ലുണ്ടാകും. ഇത് കൊതുകുകളെയും ഈച്ചകളെയും ആകർഷിച്ച് മുട്ടയിടുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇവയെ അടച്ചു തന്നെ സൂക്ഷിക്കുക. 1 കപ്പിന് 6 കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിച്ച് തന്നെ ഈ വളം പ്രയോഗിക്കാൻ ശ്രമിക്കണം. അല്ലാത്ത പക്ഷം ചെടി നശിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. ഈ വളം പ്രയോഗിക്കുമ്പോൾ ചെടിയുടെ ചുവടെ ചേർത്ത് ഒഴിക്കാതെ ഇത്തിരി മാറ്റി പ്രയോഗിക്കാവുന്നതാണ്. ഈ വളം പ്രയോഗിച്ച് 2 മാസത്തിൽ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ.